എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ് ഇത്. ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഫയലുകളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ അറിയാത്ത ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ സംഭവിച്ചിരിക്കുന്നു. അത് ഉടൻ തന്നെ നിങ്ങൾ അറിയണം എന്നതിനെക്കുറിച്ചാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആ കാര്യം അറിയാൻ താല്പര്യമുണ്ടായിരിക്കും. പക്ഷേ ഇതിനകം തന്നെ ആ വ്യക്തി നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷേ നിങ്ങളോട് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കുകയോ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ച് തെറ്റായ ചിന്താഗതി ഉണ്ടാകുകയോ ചെയ്യുമോ എന്ന് ആ വ്യക്തി ഭയപ്പെടുന്നു. ആ കാര്യം നിങ്ങളോട് പറയാതെ മറച്ചു വെക്കുന്ന ആ വ്യക്തിയുടെ മനസ്സല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ആ വ്യക്തി ഭയപ്പെടുന്നത് നിങ്ങളോട് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ മനസ്സിൽ വിഷമം ഉണ്ടാകുകയോ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് തന്നെ അകന്നു പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുകയോ ചെയ്യുമോ എന്ന് ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് കലശലായും. അതുതന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടത് പറയുന്നതിനുള്ള മടി ഉണ്ടാവുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങളെപ്പോലെ ഉള്ള ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. നിങ്ങളെപ്പോലെ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ആ വ്യക്തി ജീവിതകാലം മുഴുവനും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിലാണ് പോസിറ്റീവ് എനർജി യൂണിവേഴ്സ് ആ വ്യക്തിക്ക് നിങ്ങളെ നൽകിയത്. ആ വ്യക്തി ഭയപ്പെടുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ തനിച്ചാക്കി പോകുമോ? നിങ്ങൾക്ക് ഇപ്പോൾ ആ വ്യക്തിയോടുള്ള ഏതെങ്കിലും ഒരു സ്നേഹം ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കില്ലാതെയാകുമോ? നിങ്ങളോട് ഈ കാര്യം മറച്ചു വെക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അങ്ങനെ നിങ്ങളോട് പറയുവാനായിട്ട് ആ വ്യക്തിക്ക് ഭയം ഉണ്ടാകുന്നു. ആ വ്യക്തിക്ക് ഭയം ഉണ്ടാകുന്നത് നിങ്ങളോട് ഈ കാര്യം പറയുവാൻ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ പറയാതിരിക്കാനല്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയാതെ വരുമോ എന്നുള്ളതാണ്. ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് നല്ലൊരു സമയം നിങ്ങളോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുവാനായിട്ട്. ഈ കാര്യം ആ വ്യക്തിക്കുണ്ടായൊരു നഷ്ടത്തെക്കുറിച്ചാണ്. ആ നഷ്ടത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹം തോന്നിയിട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ശക്തിക്കെതിരെ, അല്ലെങ്കിൽ ആ വ്യക്തിയെ അത്തരമൊരു നഷ്ടത്തിന് ഇരയാക്കിയ ആ വ്യക്തിക്കറിയാം നിങ്ങൾക്ക് ആ വ്യക്തിയോട് കലശലായ സ്നേഹമുണ്ടെന്നും ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ആ വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുമെന്നും ഒക്കെ ആ വ്യക്തിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഭയപ്പെടുന്നതും. നിങ്ങളങ്ങനെ ചോദിച്ച് നിങ്ങൾ നഷ്ടമുണ്ടാക്കുമോ? നിങ്ങൾ അത്തരത്തിൽ അങ്ങനെ പറഞ്ഞ് നിങ്ങളെടുക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനം, നിങ്ങളെടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ആ വ്യക്തിക്ക് തന്നെ നഷ്ടമുണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു. ആ വ്യക്തിക്ക് നഷ്ടമുണ്ടാകുന്നതിനേക്കാൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് നഷ്ടമുണ്ടായാൽ ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയില്ല, ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി അത് നിങ്ങളോട് പറയാൻ മറച്ചു വെക്കുന്നത്. വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കും മറ്റാർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് അവതരിപ്പിക്കാനായിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. ആ വ്യക്തി ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാതിരിക്കുന്നതും മറ്റൊരു ഉദ്ദേശമുണ്ട്. ആ വ്യക്തിയുടെയും നിങ്ങളുടെയും മനസ്സിലെ ആഗ്രഹങ്ങളും പൊതുവായ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനും അത് നടപ്പിലാക്കാനുമാണ്. ആ വ്യക്തിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളുമായി ചേർന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയും അത് യാഥാർത്ഥ്യമാക്കാൻ കഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു മനസ്സാ വ്യക്തിക്കുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും ഒരു തകർച്ച വരരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവ് വരരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു ശക്തി ക്ഷയം ഉണ്ടാകരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് അറിഞ്ഞോ അറിയാതെയായ ഒരു കുറവ് വരാൻ പാടില്ലെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തി ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നല്ല ശക്തിയുള്ള ഒരു ആത്മവിശ്വാസമായി അത് വളരണം. ഭാവിയിലും നിങ്ങൾക്ക് ശക്തി ഉണ്ടാകണം. അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള വാർത്തകളും നിങ്ങളെ അറിയിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതിനാൽ തന്നെയാണ് ആ വ്യക്തി അത് പറയാതെ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളെ എത്രമാത്രം ആ വ്യക്തി
സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും അത്തരത്തിൽ ആ വ്യക്തി പലതും നിങ്ങളോട് മറച്ചു വെക്കുന്നത്. കൃത്യമായ സമയത്ത് നിങ്ങളോടത് പറഞ്ഞ് വരികയും ചെയ്യും. നിങ്ങൾക്കും ആ വ്യക്തിക്കും ദൂഷ്യമില്ലാത്ത കാര്യങ്ങൾ അതതിൻ്റെ കൃത്യമായ സമയത്ത് പറയാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ അത് ബാധിക്കുകയും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുകയും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് ആ വ്യക്തി ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തി മറച്ചു വെക്കുന്നത്. നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ലക്ഷ്യങ്ങൾ നേടി നിങ്ങൾ വിജയത്തിലേക്ക് കടക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് ചേരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് സന്തോഷകരമായൊരു ജീവിതം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ആ വ്യക്തി മറച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ആ വ്യക്തിക്ക് വേണ്ടിയല്ല. ആ വ്യക്തിക്ക് നഷ്ടമുണ്ടെങ്കിൽ ആ വ്യക്തി സഹിക്കും, ആ വ്യക്തി അത് ഉൾക്കൊള്ളും. പക്ഷേ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകാതിരിക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടമില്ലാതിരിക്കാനാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത്. ആ വ്യക്തിക്കറിയാം നിങ്ങളുടെ കഠിനാധ്വാനത്തെക്കുറിച്ച്. ആ വ്യക്തി കൃത്യമായി അറിയാം. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പരിവേദനകളൊക്കെ സഹിച്ചാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് കഷ്ടപ്പാടും കഠിനാധ്വാനവും ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നത് ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ആ വ്യക്തിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ആ വ്യക്തിയിൽ നിന്നുണ്ടാവില്ല. മാത്രമല്ല ആ വ്യക്തി നിങ്ങളുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളെ മനസ്സറിഞ്ഞ് ആ വ്യക്തി സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നത്, ആ വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ആ വ്യക്തി എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ സന്തോഷം നിങ്ങൾക്കുണ്ടാവുമായിരുന്നു. കാരണം ആ വ്യക്തി നിങ്ങളെ കലവറകളില്ലാതെ സ്നേഹിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും സംഭവിച്ചാൽ അതിന് സംരക്ഷണം നൽകണമെന്ന്. നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആ വ്യക്തിയുടെ 2 കണ്ണുകൾ നിങ്ങൾക്ക് പിന്നിലുണ്ട്. എന്തിനെന്ന് വെച്ചാൽ ആ വ്യക്തി ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നുള്ള കെയർ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് മേലിലുണ്ട്. നിങ്ങളോട് നിങ്ങളോട് വാഗ്ദാനം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളെ ആ വ്യക്തി സഹായിക്കുന്നുണ്ട്. നിങ്ങളൊരിടത്ത് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ മനസ്സമാധാനമില്ല. ഇടയ്ക്ക് നിങ്ങളെ ഫോൺ ചെയ്യുന്നു, നിങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ചോദിക്കാത്തപ്പോഴും ആ വ്യക്തിയുടെ മനസ്സുള്ളിൽ ഉരുകുന്നുണ്ട്. ഓരോ നിമിഷവും നിങ്ങളെ അകലുന്നതും നിങ്ങളെ കാണാതിരിക്കുന്നതൊക്കെ ദുഃഖമായി കാണുന്ന ഒരു വ്യക്തിയാണ് ഉള്ളത്. മാത്രമല്ല ആ വ്യക്തിക്ക് നിങ്ങളെ വലിയ വിശ്വാസമാണ്. നിങ്ങളെ വലിയ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങൾക്കായി എന്തും നൽകുന്നു. നിങ്ങൾ പറയുന്നത് യഥാവിധി അനുസരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ അറിയാതെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മാറ്റുവാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലുള്ള നിങ്ങളെ വേദനിപ്പിച്ചേക്കാവുന്ന ഒരു കാര്യം പറയാത്തത്. പക്ഷേ അത് മറ്റൊരവസരത്തിൽ പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിക്കില്ല. നിങ്ങളൊരു വലിയ നേട്ടം നേടിയതിന് ശേഷം ആ വ്യക്തി നിങ്ങളോട് തീർച്ചയായിട്ടും അത് പറയും. അപ്പോൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒക്കെ വിജയം ഉണ്ടാകും. അതിനായിട്ടാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത്. ആ വ്യക്തിയുടെ കാത്തിരിപ്പുകൾ അതിനാണ്. നിങ്ങൾക്കും ആ വ്യക്തിക്ക് നന്മയുണ്ടാകുന്ന കാര്യം ചെയ്യുവാനായിട്ട് ആ വ്യക്തി കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഓരോ നിമിഷത്തെ സമാധാനവും ആ വ്യക്തിക്ക് വലുതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. എല്ലാവരും ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.